ഈ ഭൂമിയിൽ നമുക്ക് ദിനോസറുകളുടെ ഒപ്പം ജീവിക്കേണ്ടി വരുന്ന ഒരു അവസ്ഥയെപ്പറ്റി എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? 6.5 കോടി വർഷങ്ങൾക്ക് മുമ്പ് എക്സ്റ്റിങ്ക്റ്റ് ആയി പോയ ദിനോസറുകളെ ജനറ്റിക് എഞ്ചിനീയറിംഗിന്റെ സഹായത്തോടു കൂടി തിരിച്ചു കൊണ്ടുവരുന്നു എന്നതാണ് സ്റ്റീവൻ സ്പിൽബർഗിന്റെ ജുറാസിക് പാർക്ക് എന്ന സിനിമയുടെ പ്രധാന ആശയം. പക്ഷേ ഈ ഒരു ആശയത്തെ വെറും സയൻസ് ഫിക്ഷൻ അഥവാ ഭാവന മാത്രമായിട്ടാണ് നമ്മളൊക്കെ അന്ന് കണ്ടത്. ദിനോസർ പോലെയുള്ള എക്സ്റ്റിങ്ക്റ്റ് ജീവികളെ എന്നെങ്കിലും നമുക്ക് തിരിച്ചു കൊണ്ടുവരാൻ കഴിയും എന്ന് നമ്മൾ ചിന്തിച്ചിട്ട് പോലുമില്ല. പക്ഷേ 13,000 വർഷം മുമ്പ് എക്സ്റ്റിങ്ക്റ്റ് ആയി പോയ ഡയർ വുൾഫ് എന്നൊരു സ്പീഷീസിൽപ്പെട്ട ചെന്നായ്ക്കളെ ഇന്ന് എക്സ്റ്റിങ്ക്റ്റ് ചെയ്തിരിക്കുന്നു. ഇത്തരത്തിലുള്ള 3 ചെന്നായ്കളെ ശാസ്ത്രജ്ഞർ പുതുതായിട്ടുണ്ടാക്കി. 2028 ആവുമ്പോഴേക്കും ആനകളുടെ വർഗത്തിൽപ്പെടുന്നതും ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപ് എക്സ്റ്റിങ്ക്റ്റ് ആയതുമായ വുള്ളി മാമത്ത് എന്ന ജീവികളെ വീണ്ടും തിരികെ കൊണ്ടുവരും എന്ന് പറയപ്പെടുന്നു. അതായത് എക്സ്റ്റിങ്ക്റ്റ് ആയ ജീവികളെ തിരികെ കൊണ്ടുവരിക എന്നത് സയൻസ് ഫിക്ഷൻ എന്ന ലെവലിൽ നിന്നും മാറി ഒരു റിയാലിറ്റി ആവാൻ തുടങ്ങിയിരിക്കുന്നു എന്നാണ് ഈ വാർത്തകളിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുക. ഇനി ദിനോസറുകളെയും ഇതുപോലെ തിരിച്ചു കൊണ്ടുവരുമോ എന്ന് സ്വാഭാവികമായും തോന്നിയേക്കാം. പക്ഷേ ഈ നടന്നത് യഥാർത്ഥ എക്സ്റ്റിങ്ഷൻ അല്ലെന്നും ഇന്ന് നിലവിലുള്ള ഗ്രേ വുൾഫ് എന്ന ഇനം ചെന്നായ്ക്കളുടെ ഒരു മോഡിഫൈഡ് വെർഷൻ മാത്രമാണ് ഈ പുതിയ ഡയർ വുൾഫ് എന്നും ഒരു കൂട്ടം ശാസ്ത്രജ്ഞർ പറയുന്നുണ്ട്. അപ്പോൾ ശരിക്കും എന്താണ് യാഥാർത്ഥ്യം? ഈ ഒരു പ്രക്രിയ സാധ്യമാക്കുന്ന ടെക്നോളജി എന്താണ്? അതുപയോഗിച്ച് മനുഷ്യരാശിക്ക് എന്തൊക്കെ നേട്ടങ്ങൾ ഉണ്ടാക്കാൻ കഴിയും? അതിൻ്റെ ദോഷങ്ങൾ എന്തൊക്കെയാണ്? നമുക്ക് ഈ വീഡിയോ വഴി ഒന്ന് കണ്ടു നോക്കാം. ഹായ് ഫ്രണ്ട്സ്, സയൻസ് ഫോർ മാസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഏകദേശം 13,000 വർഷങ്ങൾക്ക് മുമ്പ് ഭൂമിയിൽ ജീവിച്ചിരുന്ന ചെന്നായ് വർഗത്തിൽപ്പെട്ട ജീവികളാണ് ഡയർ വുൾഫ്. അനോസിയോൺ ഡയറസ് എന്നാണ് ഇവയുടെ സയൻറ്റിഫിക് നെയിം. ഇവയുടെ ഫോസിലുകൾ കൂടുതലും കിട്ടിയിട്ടുള്ളത് നോർത്ത് അമേരിക്കയിൽ നിന്നുമാണ്. അതുകൊണ്ട് തന്നെ ഡയർ വുൾഫ് എന്ന പേര് നമുക്കത്ര സുപരിചിതമല്ല. കുറച്ചു കാലങ്ങൾക്ക് മുമ്പ് ഗെയിം ഓഫ് തോൺസ് എന്ന ഒരു ഇംഗ്ലീഷ് ടെലിവിഷൻ സീരീസിൽ ഇവയെ കാണിച്ചിരുന്നു. അങ്ങനെയാണ് കുറച്ചു പേർക്കെങ്കിലും ഈ പേര് സുപരിചിതമായത്. ഇന്ന് ജീവിച്ചിരിക്കുന്ന ഗ്രേ വുൾഫ് അഥവാ കാനിസ് ലൂപ്പസ് എന്ന ചെന്നായ്ക്കളുടെ ആവറേജ് ബോഡി വെയിറ്റ് 50 കിലോഗ്രാം ആണെങ്കിൽ ഡയർ വുൾഫിന്റെ ബോഡി വെയിറ്റ് 75 കിലോഗ്രാം ഒക്കെ വരും. 2 വളരെ ബ്രോഡായിട്ടുള്ള ഷോൾഡറും മസ്കുലാർ ബോഡിയും ബലമേറിയ താടിയലുമാണ് ഡയർ വുൾഫുകൾക്കുള്ളത്. അതുകൊണ്ട് തന്നെ ഇന്നത്തെ ചെന്നായ്ക്കളെക്കാൾ ശക്തമായ പ്രഡേറ്റേഴ്സ് അഥവാ ഇരപിടിയന്മാരായിരുന്നു ഇവ എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. എന്നിട്ടും ഇവ എന്തുകൊണ്ട് എക്സ്റ്റിങ്ക്റ്റ് ആയി പോയി എന്നത് ഇന്നും വ്യക്തമല്ല. ഒരു പക്ഷേ ഇവയുടെ ഭക്ഷണമായിരുന്ന സസ്യബുക്കുകളായിരുന്ന ചില ജീവികൾ എക്സ്റ്റിങ്ക്റ്റ് ആയി പോയതായിരിക്കാം ഇവയും എക്സ്റ്റിങ്ക്റ്റ് ആവാൻ കാരണമെന്നാണ് ഇന്നത്തെ നിഗമനം. പല കാലപഴക്കത്തിലുള്ള ഡയർ വുൾഫ് ഫോസിലുകൾ നമുക്കിന്ന് ലഭിച്ചിട്ടുണ്ട്. അതിൽ ചില ഫോസിലുകളിൽ നിന്നും ഇവയുടെ എക്സ്ട്രാക്ട് ചെയ്യാനും കഴിഞ്ഞിട്ടുണ്ട്. ആ ഉപയോഗിച്ചാണ് കൊളോസൽ ബയോസയൻസ് എന്ന കമ്പനി പുതിയ ഡയർ വുൾഫ് കുട്ടികളെ ഉണ്ടാക്കിയത്. പക്ഷേ ഇവിടെ ഒരു പ്രശ്നമുണ്ട്. സാധാരണ ഐസിന്റെ ഉള്ളിൽ നിന്നോ പെർമോഫ്രോസ്റ്റ് എന്ന് വിളിക്കുന്ന തണുത്തുറഞ്ഞ മണ്ണിനുള്ളിൽ നിന്നോ കിട്ടുന്ന ഫോസിലുകളിൽ നല്ല രീതിയിൽ പ്രിസർവ് ചെയ്യപ്പെടാറുണ്ട്. എന്നാൽ ഡയർ വുൾഫിന്റെ ഫോസിൽ കിട്ടിയത് അത്തരം സ്ഥലങ്ങളിൽ നിന്നല്ല. അതുകൊണ്ട് തന്നെ അവയുടെ ഫോസിലിൽ നിന്നും കിട്ടിയ കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട്. ഡയർ വുൾഫിന്റെ ഭാഗികമായ ആണ് നമുക്ക് ശരിക്കും കിട്ടിയിട്ടുള്ളത്. ഭാഗികമായ ഉപയോഗിച്ച് എങ്ങനെയാണ് ഒരു ഡയർ വുൾഫിനെ ഉണ്ടാക്കാൻ കഴിയുക എന്നായിരിക്കും നിങ്ങളിപ്പോൾ ചിന്തിക്കുന്നത്. ഓരോ ജീവിയും എങ്ങനെ ഇരിക്കണം എന്നുള്ള ഇൻസ്ട്രക്ഷൻസ് ഉള്ളത് അതത് ജീവികളുടെ യിലാണ്. സമാനതകളുള്ള പല ജീവികളുടെയും കൾ തമ്മിലും ഒരുപാട് സമാനതകൾ കാണും, എന്നാൽ ചില വ്യത്യാസങ്ങളും കാണും. ഫോസിലിൽ നിന്നും കിട്ടിയ ഡയർ വുൾഫിന്റെ യും ഇന്ന് ജീവിച്ചിരിക്കുന്ന മറ്റു ചെന്നായ വർഗ്ഗങ്ങളുടെ യും ശാസ്ത്രജ്ഞർ താരതമ്യം ചെയ്തു നോക്കി. അതിൽ നിന്നും എല്ലാ ചെന്നായ്ക്കളിലും കോമണായി കാണപ്പെടുന്ന ജീനുകൾ ഏതൊക്കെയാണ്, വ്യത്യാസപ്പെട്ട് കാണപ്പെടുന്ന ജീനുകൾ ഏതൊക്കെയാണ് എന്ന് അവർ കണ്ടുപിടിച്ചു. അതിൽ തന്നെ ഡയർ വുൾഫിനെ മറ്റു ചെന്നായ്ക്കളിൽ നിന്നും വേർതിരിക്കുന്ന 14 ജീനുകളെ അവർ പ്രത്യേകം തെരഞ്ഞെടുത്തു. ഇന്ന് നിലവിലുള്ള ഗ്രേ വുൾഫ് എന്ന ചെന്നായയുടെ കംപ്ലീറ്റ് എടുത്ത ശേഷം അതിലെ ഈ 14 ജീനുകളെ എഡിറ്റ് ചെയ്ത് ഡയർ വുൾഫിന്റെ ജീനുകളാക്കി മാറ്റി. എന്നിട്ട് ഒരു ഗ്രേ വുൾഫിന്റെ അണ്ടം എടുത്ത് അതിൽ നിന്നും അതിന്റെ ശരിക്കുള്ള റിമൂവ് ചെയ്ത ശേഷം ഈ മോഡിഫൈ ചെയ്ത ഇൻസേർട്ട് ചെയ്തു. എന്നിട്ട് ആ അണ്ടത്തിനെ ഒരു ഫീമെയിൽ ഡോഗിന്റെ വൂമ്പിൽ നിക്ഷേപിച്ചു. ആ ഡോഗ് ഒരു സറോഗേറ്റ് മദറായിട്ട് ആക്ട് ചെയ്യും. നോർമൽ ഗർഭസ്ഥ കാലയളവ് കഴിഞ്ഞപ്പോൾ ആ ഡോഗ് പ്രസവിച്ചാണ് പുതിയ ഡയർ വുൾഫ് കുഞ്ഞുണ്ടായത്. ഇത്തരത്തിൽ 2 ആൺ ഡയർ വുൾഫിനെയും ഒരു പെൺ ഡയർ വുൾഫിനെയും അവരുണ്ടാക്കിയിട്ടുണ്ട്. ആൺ ഡയർ വുൾഫുകൾക്ക് റീമലസ് എന്നും പെൺ ഡയർ വുൾഫിന് കലീസി എന്നുമാണ് പേരിട്ടിരിക്കുന്നത്. റീമലസും ജനിച്ചത് കഴിഞ്ഞ വർഷം ഒക്ടോബറിലാണ്. അവയ്ക്കിപ്പോൾ 6 മാസം പ്രായമായി.
ഈ പുതിയ ഡയർ വുൾഫ് കുഞ്ഞുങ്ങൾ ഇന്നുള്ള ഗ്രേ വുൾഫിൽ നിന്നും തികച്ചും വ്യത്യസ്തമാണ്. അവയുടെ എല്ലാ ഫീച്ചേഴ്സും ഈവൻ ശബ്ദം പോലും ഡയർ വുൾഫുകളെ പോലെയാണെന്നാണ് ശാസ്ത്രജ്ഞർ പറയുന്നത്. പക്ഷേ ഇവ 100% പണ്ടുണ്ടായിരുന്ന ഡയർ വുൾഫ് തന്നെയാണോ എന്ന് ചോദിച്ചാൽ അല്ല എന്ന് തന്നെ ഉത്തരം പറയാൻ കഴിയൂ. കാരണം ഇവയുടെ DNA നല്ലൊരു പങ്കും വരുന്നത് ഇന്നത്തെ ഗ്രേ വുൾഫിൽ നിന്നാണ്. അതുകൊണ്ടാണ് ഇവയെ ജനറ്റിക്കലി മോഡിഫൈഡ് ഗ്രേ വുൾഫ് എന്ന് ചില ശാസ്ത്രജ്ഞർ വിളിച്ചത്. ആക്ച്വലി ഈ ഒരു ആശയം ജുറാസിക് പാർക്ക് എന്ന സിനിമ സീരീസിലും പറയുന്നുണ്ട്. അതായത് അവർക്ക് കിട്ടിയ ദിനോസർ DNA മിസ്സിംഗ് ഭാഗങ്ങൾ അവർ പൂരിപ്പിച്ചത് ഇന്ന് നിലവിലുള്ള ദിനോസറുകളോട് ഏറ്റവും അടുത്ത് കിടക്കുന്ന ചില ജീവികളുടെ DNA ഉപയോഗിച്ചാണ് എന്ന് അവർ സിനിമയിൽ പറയുന്നുണ്ട്. പക്ഷേ സിനിമയിൽ പറയുന്ന പോലെ ദിനോസറിന്റെ കേടുകൂടാത്ത പ്രിസർവ്ഡ് ആയിട്ടുള്ള DNA ഒന്നും നമുക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല. അതുകൊണ്ട് ദിനോസറുകൾ അടുത്ത കാലത്തൊന്നും തിരിച്ചു വരാൻ പോകുന്നില്ല. ഇവിടെ നമ്മൾ അംഗീകരിക്കേണ്ട കാര്യം ഇതിനു വേണ്ടി ഉപയോഗിച്ച ടെക്നോളജിയാണ്. ഇന്ന് നിലവിലുള്ള ഗ്രേ വുൾഫിന്റെ DNA മോഡിഫൈ ചെയ്തിട്ടാണെങ്കിൽ കൂടിയും ഡയർ വുൾഫിന്റെ എല്ലാ പ്രധാന ഫീച്ചേഴ്സും ഉള്ള ഒരു ജീവിയെ നമുക്ക് പുതുതായി ഉണ്ടാക്കാൻ കഴിഞ്ഞു. എന്ന് വെച്ചാൽ വേറെ ഏതെങ്കിലും ഒരു എക്സ്റ്റിങ്ക്റ്റ് ജീവിയുടെ കൂടുതൽ DNA ശകലങ്ങൾ കിട്ടിയാൽ ഇതേ ടെക്നോളജി വെച്ച് അവയെയും ഇതുപോലെ ഉണ്ടാക്കാൻ കഴിഞ്ഞേക്കും. അവിടെയാണ് മാമത്തിന് പ്രസക്തി വരുന്നത്. ഇന്നത്തെ ആനകളോട് സമാനതകളുള്ള ഒരു ജീവി വർഗമാണ് വുള്ളി മാമത്ത്. ഇവ കൂടുതലും ജീവിച്ചിരുന്നത് തണുപ്പ് വളരെയധികമുള്ള പ്രദേശങ്ങളിലാണ്. ഒരു ശരാശരി ഏഷ്യൻ ആനയുടെ ഉയരം 2.5 മുതൽ 3 മീറ്റർ വരെ ആണെങ്കിൽ ഒരു മാമത്തിന്റെ ഉയരം 4 മീറ്ററൊക്കെ ഉണ്ടാവും. അതുകൊണ്ട് നമ്മുടെ ആനകളെ അപേക്ഷിച്ച് മാമത്തുകൾക്ക് വലുപ്പവും ഭാരവും വളരെ കൂടുതലാണ്. തണുപ്പിനെ ചെറുക്കാൻ ആവശ്യമായ വളരെ നീളം കൂടുതലുള്ള രോമങ്ങളും മറ്റു പല ഫീച്ചേഴ്സും അവയ്ക്കുണ്ടായിരുന്നു. -40-50 ഡിഗ്രി സെൽഷ്യസ് തണുപ്പൊക്കെ സഹിക്കാൻ അവയ്ക്ക് കഴിയുമായിരുന്നു. അവയുടെ ബ്ലഡിന് ആൻറ്റി ഫ്രീസ് പ്രോപ്പർട്ടീസ് ഉണ്ടായിരുന്നതായും പറയപ്പെടുന്നു. മാമത്തുകൾ തണുപ്പുള്ള സ്ഥലങ്ങളിൽ ജീവിച്ചിരുന്നുകൊണ്ട് അവയുടെ ഫോസിൽസ് ഒക്കെ ഐസിനുള്ളിൽ നിന്നോ പെർമാഫ്രോസ്റ്റിനുള്ളിൽ നിന്നോ ആണ് കണ്ടെടുത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അവയുടെ വെൽ പ്രിസർവ്ഡ് ആയിട്ടുള്ള DNA നമുക്ക് കിട്ടിയിട്ടുണ്ട്. മാമത്തുകളെ വീണ്ടും ഉണ്ടാക്കുകയാണെങ്കിൽ എക്സ്റ്റിങ്ക്റ്റ് ആയ മാമത്തിനോട് മാക്സിമം സമാനതകളുള്ള പുതിയ മാമത്തുകളെ നമുക്ക് ഉണ്ടാക്കാൻ കഴിയും. ഇവയുടെ DNA സീക്വൻസിൽ നിന്നും അമിതമായ രോമവളർച്ചയ്ക്ക് കാരണമായ ജീനുകൾ എലിയുടെ DNA പരിശോധിച്ച് നോക്കിയിരുന്നു. ഇതിന്റെ ഫലമായിട്ട് മാമത്തുകളെ പോലെ രോമമുള്ള എലികളെ ഉണ്ടാക്കാൻ കൊളോസൽ ബയോസയൻസ് കമ്പനിക്ക് കഴിഞ്ഞു. 2028 ആവുമ്പോഴേക്കും ശരിക്കുള്ള മാമത്തുകളെ തന്നെ തിരിച്ചു കൊണ്ടുവരുമെന്നാണ് അവർ അവകാശപ്പെടുന്നത്. ഇതിനായിട്ട് ഒരു ബേബി മാമത്തിനെ കൊള്ളാൻ പാകത്തിനുള്ള ആർട്ടിഫിഷ്യൽ വൂമ്പ് വരെ അവരുണ്ടാക്കുന്നുണ്ട് എന്നാണ് അറിയാൻ കഴിഞ്ഞത്. എന്തായാലും അധികം വൈകാതെ തന്നെ പല എക്സ്റ്റിങ്ക്റ്റ് സ്പീഷീസുകളെയും തിരിച്ചു കൊണ്ടുവരാൻ കഴിഞ്ഞേക്കും. പക്ഷേ അതുകൊണ്ട് എന്താണ് ഗുണം എന്നുള്ള ഒരു ചോദ്യമുണ്ട്. ഒരു പക്ഷേ ജുറാസിക് പാർക്ക് സിനിമയിൽ കാണിച്ചിരിക്കുന്ന പോലെ നമ്മൾ ഇന്ന് വരെ കാണാത്ത എക്സ്റ്റിങ്ക്റ്റ് ആയ ആനിമൽ സ്പീഷീസുകൾ അടങ്ങിയ ഒരു സൂ ഉണ്ടാക്കാൻ കഴിഞ്ഞേക്കും. അതിനപ്പുറത്തേക്ക് ഇങ്ങനെ ചെയ്യുന്നതിൽ എന്താണ് പ്രസക്തി? ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പല ചർച്ചകളും തർക്കങ്ങളും ഇന്ന് നടക്കുന്നുണ്ട്. ഇങ്ങനെ നശിച്ചുപോയ ജീവിവർഗങ്ങളെ തിരിച്ചു കൊണ്ടുവരുന്നത് ഭൂമിയിലെ ആവാസ വ്യവസ്ഥയ്ക്ക് ഗുണം ചെയ്യും എന്നുള്ളതാണ് ഇതിനെ അനുകൂലിക്കുന്ന ഒരു വാദഗതി. ഉദാഹരണത്തിന് മാമത്തുകൾ ജീവിച്ചിരുന്നത് അത്യന്തം തണുപ്പും വരണ്ട കാലാവസ്ഥയുമുള്ള മാമത്ത് സ്റ്റെപ്പ് എന്ന് വിളിക്കുന്ന ചില പ്രത്യേകതരം ഭൂപ്രദേശങ്ങളിലാണ്. അത്തരം സ്ഥലങ്ങളിലെ ആവാസ വ്യവസ്ഥയുടെ ഒരു ഭാഗമായിരുന്നു മാമത്തുകൾ. എന്നാൽ ഇന്ന് മാമത്തുകളുടെ അഭാവത്തിൽ അത്തരം ഭൂപ്രദേശങ്ങൾ ഓൾമോസ്റ്റ് ഇല്ലാതായി എന്ന് തന്നെ പറയാം. മാമത്തുകൾ തിരിച്ചു വന്നാൽ ഇത്തരം ഭൂപ്രദേശങ്ങൾ തിരിച്ചു വരാൻ സാധ്യതയുണ്ട്. ഇത് ഗ്ലോബൽ വാർമിംഗ് കുറയ്ക്കാൻ സഹായിച്ചേക്കും. ഇതാണ് ഇതിനെ അനുകൂലിക്കുന്നവരുടെ വാദഗതി. പക്ഷേ ഇത് എത്രത്തോളം പ്രായോഗികമാണ് എന്ന് വ്യക്തമല്ല. മാമത്തുകൾ എക്സ്റ്റിങ്ക്റ്റ് ആവാൻ എന്തെങ്കിലും ഒരു കാരണം ഉണ്ടാവും. ആ കാരണങ്ങൾ ഇന്നും നിലനിൽക്കുന്നുണ്ടെങ്കിൽ അവയ്ക്ക് ഇനിയും സർവൈവ് ചെയ്യാൻ കഴിഞ്ഞൊന്നും വരില്ല. മാത്രമല്ല ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് ജീവിച്ചിരുന്ന ഒരു ജീവി ഇന്നത്തെ ആവാസ വ്യവസ്ഥയെ എങ്ങനെ ബാധിക്കുമെന്നത് ഒരിക്കലും പ്രെഡിക്റ്റ് ചെയ്യാൻ കഴിയാത്ത കാര്യമാണ് എന്നതാണ് മറ്റൊരു കൂട്ടരുടെ വാദഗതി. ഇത്തരത്തിലുള്ള പല ആർഗ്യുമെന്റ്സും ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് ഇന്ന് സജീവമാണ്. പക്ഷേ എന്നെ ഈ വിഷയത്തിലേക്ക് ആകർഷിച്ചത് ഈ പറഞ്ഞതിനൊക്കെ വേണ്ടി ഉപയോഗിക്കുന്ന ജനറ്റിക് ടെക്നോളജിയുടെ വളർച്ചയാണ്. അതായത് ഏതൊരു ജീവിയുടെയും DNA സീക്വൻസ് പൂർണ്ണമായും കണ്ടെത്താനും അതിലെ വ്യത്യസ്ത ജീനുകളെ തിരിച്ചറിയാനും നമുക്ക് ആവശ്യമായ ജീനുകളിൽ ആവശ്യമായ തിരുത്തുകൾ വരുത്താനും കഴിയുന്നു എന്നത് ഒരു ചില്ലറ കാര്യമല്ല. വളരെ വൈഡ് ആയിട്ടുള്ള ആപ്ലിക്കേഷൻസ് ഉള്ള ഒരു ടെക്നോളജിയാണത്. ക്രിസ്പർ ജീൻ എഡിറ്റിംഗ് എന്നാണ് ഈ ടെക്നോളജിയുടെ പേര്. വളരെ രസകരമായ ഒരു പ്രോസസ്സാണിത്. കമ്പ്യൂട്ടറിൽ നോട്ട് പാഡ്, വേർഡ് ഒക്കെ പോലുള്ള ടെക്സ്റ്റ് എഡിറ്റിംഗ് സോഫ്റ്റ്വെയർ ഉപയോഗിച്ചിട്ടുള്ള എല്ലാവർക്കും അറിയാവുന്ന ഒരു ഫീച്ചറാണ് ഫൈൻഡ് ആൻഡ് റീപ്ലേസ് എന്നുള്ള ഫംഗ്ഷൻ.
ഒരു ഡോക്യുമെന്റിനകത്തു നിന്നും നമുക്ക് ആവശ്യമുള്ളൊരു വാക്കിനെ കണ്ടെത്തുകയും അതിനെ മറ്റൊരു വാക്കുകൊണ്ട് റീപ്ലേസ് ചെയ്യുകയും ചെയ്യുന്ന കമാൻഡാണ് ഈ ഫൈൻഡ് ആൻഡ് റീപ്ലേസ്. ഏകദേശം ഇതിന് സമാനമായ രീതിയിൽ നമ്മുടെ DNA ഏതൊരു ജീനിനെയും കണ്ടെത്തുകയും റീപ്ലേസ് ചെയ്യുകയും ചെയ്യാൻ കഴിയുന്ന ഒരു ടെക്നിക്കാണ് ക്രിസ്പർ ജീൻ എഡിറ്റിംഗ്. DNA കുറിച്ച് ചെയ്തിട്ടുള്ള മുൻപത്തെ ചില വീഡിയോകളിൽ ATCG എന്നിങ്ങനെ 4 അക്ഷരങ്ങൾ മാത്രമുള്ള ഒരു ഭാഷ കൊണ്ടാണ് നമ്മുടെ DNA കോഡ് ചെയ്തിരിക്കുന്നത് എന്ന് പറഞ്ഞിരുന്നു. ഈ അക്ഷരങ്ങൾ ഏത് ഓർഡറിൽ അറേഞ്ച് ചെയ്തിരിക്കുന്നു എന്നതാണ് DNAയുടെ കോഡിങ്. ഉദാഹരണത്തിന് ഈ കാണിച്ചിരിക്കുന്നതാണ് നമ്മുടെ DNA ഇൻസുലിൻ എന്ന എൻസൈം ഉണ്ടാക്കാനുള്ള ജീൻ. ATCG എന്നീ 4 അക്ഷരങ്ങളെ ഒരു പ്രത്യേക രീതിയിൽ പ്രത്യേക എണ്ണത്തിൽ അറേഞ്ച് ചെയ്താണ് ഈ ജീൻ ഉണ്ടാക്കിയിരിക്കുന്നത്. ഇതിലെ ഒരക്ഷരം മാറിപ്പോയാൽ ഈ ജീൻ നോൺ ഫങ്ഷണലായി. പിന്നെ ഇതുപയോഗിച്ച് ഇൻസുലിൻ ഉണ്ടാക്കാൻ കഴിയില്ല. ഇത്തരത്തിൽ ഒരുപാട് വെറൈറ്റി ജീനുകൾ നമ്മുടെ ഓരോ DNAയിലും ഉണ്ട്. അതുകൂടാതെ ജീനുകളല്ലാത്ത വെറും ജങ്ക് ഡാറ്റയുള്ള നോൺ കോഡിംഗ് ഏരിയകളും നമ്മുടെ DNAയിലുണ്ട്. അതായത് നമ്മുടെ ഓരോ DNA സ്ട്രാൻഡിലും ATCG എന്നീ അക്ഷരങ്ങൾ കോടിക്കണക്കിന് എണ്ണം ഉണ്ടാവും. അതിൽ ചില സെഗ്മെന്റുകളൊക്കെ ഓരോ ആവശ്യത്തിനുള്ള ജീനുകളായിരിക്കും, ചില ഭാഗങ്ങൾ ആവശ്യമില്ലാത്ത നോൺ കോഡിംഗ് ഏരിയകളായിരിക്കും. അതിൽ നിന്നും നമുക്ക് ആവശ്യമായ ജീൻ തെരഞ്ഞു കണ്ടുപിടിച്ച് അതിൽ നമുക്ക് ആവശ്യമായ രീതിയിൽ ഒരു മാറ്റം വരുത്തുക എന്നത് വളരെ ബുദ്ധിമുട്ടുള്ളൊരു ജോലിയാണ്. അവിടെയാണ് ക്രിസ്പർ ജീൻ എഡിറ്റിംഗ് സഹായകരമാവുന്നത്. ബാക്ടീരിയകൾ അവയെ ബാധിക്കുന്ന വൈറസുകളിൽ നിന്നും സ്വയം ഡിഫെൻഡ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു രീതിയാണ് ഈ ക്രിസ്പർ. അതിൽ നിന്നും കടമെടുത്ത ടെക്നോളജിയാണ് ക്രിസ്പർ ജീൻ എഡിറ്റിംഗിൽ ഉപയോഗിക്കുന്നത്. ക്രിസ്പർ എന്നുള്ളത് ശരിക്കും ഒരു ഷോർട്ട് ഫോമാണ്. ഈ കാണിച്ചിരിക്കുന്നതാണ് അതിൻ്റെ പൂർണ്ണ രൂപം. ഇതിൻ്റെ ഡീറ്റെയിൽസിലേക്കൊന്നും നമ്മളിപ്പോൾ കടക്കുന്നില്ല. ഈ ഒരു പ്രോസസ്സിൽ CRISPR-Cas9 എന്നൊരു പ്രോട്ടീനാണ് ജീൻ എഡിറ്റിങ്ങിന് വേണ്ടി പ്രധാനമായും ഉപയോഗിക്കുന്നത്. നമ്മുടെ ശരീരത്തിൽ ഒരു അസുഖത്തിന് കാരണമായ ഒരു തെറ്റായ ജീൻ ഉണ്ടെന്ന് വിചാരിക്കുക. അതിനെ നമുക്ക് എഡിറ്റ് ചെയ്ത് മാറ്റണം, അല്ലെങ്കിൽ മുറിച്ചു മാറ്റണം. ഇതിനായിട്ട് ആ ജീനിൻ്റെ DNA സീക്വൻസിന് സമാനമായ ഒരു RNA സീക്വൻസ് ഉണ്ടാക്കി അതിനെ Cas9 എന്ന പ്രോട്ടീനുമായിട്ട് ചേർത്ത് വയ്ക്കും. ഗൈഡ് RNA എന്നാണ് ഈ RNA സെഗ്മെന്റിനെ വിളിക്കുന്ന പേര്. കോടിക്കണക്കിന് അക്ഷരങ്ങളുള്ള നമ്മുടെ DNAയിൽ നിന്നും ഈ ഗൈഡ് RNAയുമായി മാച്ച് ചെയ്യുന്ന ഭാഗം കൃത്യമായി കണ്ടെത്തി പിടിക്കാനും ആ ഭാഗത്തെ മുറിച്ചു മാറ്റാനും Cas9 പ്രോട്ടീൻ സഹായിക്കും. ഇതുവഴി പ്രശ്നക്കാരനായ ഒരു ജീനിനെ നമ്മുടെ കോശത്തിലെ DNAയിൽ നിന്നും മുറിച്ചു മാറ്റാൻ കഴിയും. ഇനി ഇങ്ങനെ മുറിച്ചു മാറ്റിയ DNAയുടെ സ്ഥാനത്ത് നമ്മൾ ഡിസൈൻ ചെയ്തിരിക്കുന്ന ഒരു പുതിയ DNA സെഗ്മെന്റ് ഇൻസെർട്ട് ചെയ്യാൻ കഴിയുന്ന അറേഞ്ച്മെന്റും ക്രിസ്പർ ജീൻ എഡിറ്റിംഗിലുണ്ട്. ഈ ഒരു സംവിധാനം ഉപയോഗിച്ചാണ് നമ്മൾ നേരത്തെ കണ്ട കേസിൽ ഗ്രേ വുൾഫിന്റെ DNAയിൽ ഡയർ വുൾഫിന്റെ ജീനുകൾ ഇൻസേർട്ട് ചെയ്തത്. പക്ഷേ ഇത് ഈ ഒരു ആവശ്യത്തിന് മാത്രമല്ല ഉപയോഗിക്കാൻ കഴിയുക. പാരമ്പര്യമായിട്ട് വരുന്ന പല അസുഖങ്ങൾക്കും ഈ ഒരു ടെക്നോളജി ഉപയോഗിച്ച് ചികിത്സ ചെയ്യാൻ കഴിയും. ക്യാൻസർ, ഡയബറ്റിക്സ്, സിക്കിൾ സെൽ അനീമിയ എന്നിങ്ങനെ DNAയിൽ വരുന്ന തകരാറുകൾ കൊണ്ടും പാരമ്പര്യം കൊണ്ടും വരുന്ന പല അസുഖങ്ങൾക്കും ഇന്ന് ഈ ക്രിസ്പർ ജീൻ എഡിറ്റിംഗ് ഉപയോഗിക്കാൻ വേണ്ടിയുള്ള പരീക്ഷണങ്ങൾ നടക്കുന്നുണ്ട്. ഏതൊരു പുതിയ ചികിത്സാ രീതിയും ആദ്യം ടെസ്റ്റ് ചെയ്യുന്നതും കൂടുതൽ കൃത്യത ഉള്ളതാക്കുന്നതും ജന്തുക്കളുടെ മേലെയാണ് എന്ന് നമുക്കറിയാം. അവിടെ പരീക്ഷിച്ച് കുറ്റമറ്റതാണ് എന്ന് തെളിഞ്ഞ ശേഷമേ മനുഷ്യരിൽ പരീക്ഷിക്കാൻ തുടങ്ങും. ഈ ഒരു ചികിത്സാ രീതി മനുഷ്യരിൽ പരീക്ഷിക്കാനുള്ള ക്ലിനിക്കൽ ട്രയൽ അപ്രൂവൽസ് ഇനിയും കിട്ടിയിട്ടില്ല എന്നാണ് അറിയാൻ കഴിഞ്ഞത്. ക്രിസ്പർ ജീൻ എഡിറ്റിംഗ് ഉപയോഗിച്ച് നടത്തുന്ന ജന്തുക്കളുടെ ഈ ഡി എക്സ്റ്റിങ്ഷൻ പരീക്ഷണങ്ങൾ ഈ ടെക്നോളജിയുടെ കൃത്യത കൂട്ടുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും ഇല്ല. മെഡിക്കൽ രംഗത്ത് ഒരുപാട് വിപ്ലവകരമായ മാറ്റങ്ങൾ കൊണ്ടുവരാൻ ഈ ഒരു ടെക്നോളജിക്ക് കഴിയും. പക്ഷേ ഏതൊരു ടെക്നോളജിയെയും പോലെ ഈ ജീൻ എഡിറ്റിങ്ങും ദോഷകരമായ കാര്യങ്ങൾക്കും ഉപയോഗിക്കാൻ കഴിയും. നമുക്ക് ജനറ്റിക്കായിട്ട് കിട്ടുന്ന പല ട്രേറ്റ്സിനെയും മാറ്റാൻ ഭാവിയിൽ ഈ ഒരു ടെക്നോളജി വഴി കഴിയുന്ന ഒരവസ്ഥ വരും. ഡിസൈനർ ബേബീസ് എന്ന ആശയം യാഥാർത്ഥ്യമാകാൻ ഇനി അധികം കാലം ഒന്നും കാത്തിരിക്കേണ്ടി വരില്ല. അതായത് ജനിക്കുന്ന കുട്ടിയുടെ കണ്ണിൻ്റെ നിറം, സ്കിൻ ടെക്സ്ചർ തുടങ്ങി ജനറ്റിക്കായിട്ട് കിട്ടുന്ന ഫീച്ചേഴ്സ് ഒക്കെ നമുക്ക് നേരത്തെ കൂട്ടി തിരഞ്ഞെടുക്കാവുന്ന ഒരു അവസ്ഥ വന്നേക്കാം. പക്ഷേ അതോടൊപ്പം തന്നെ കൂടുതൽ ശക്തരും വയലന്റ് സ്വഭാവമുള്ളതുമായ പോരാളികളെ ഉണ്ടാക്കാനും ഒരു പക്ഷേ ഇതുവഴി കഴിയും. അതൊക്കെ ഒരുപാട് പ്രശ്നങ്ങൾക്ക് കാരണമാവും. അതുകൊണ്ട് ഇത്തരത്തിലുള്ള ജീൻ എഡിറ്റിംഗ് മനുഷ്യരിൽ ചെയ്യുന്നതിൻ്റെ ധാർമ്മികതയെക്കുറിച്ച് ഒരുപാട് ചർച്ചകൾ ഇന്ന് നടക്കുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഇന്ന് നിൽക്കുന്നത് ഒരു പുതിയ യുഗത്തിൻ്റെ തുടക്കത്തിലാണ്. ഒരു പക്ഷേ AI റവല്യൂഷന് ശേഷം വരുന്ന അടുത്ത ടെക്നോളജിക്കൽ റവല്യൂഷൻ ജനറ്റിക് ടെക്നോളജിയിലായിരിക്കും. അത് ഏത് ദിശയിലേക്ക് പോകുമെന്നത് നമ്മൾ കാത്തിരുന്ന് തന്നെ കാണണം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ അത് ലൈക്ക് ചെയ്യാൻ മടിക്കരുത്. കഴിയുമെങ്കിൽ ഒന്ന് കമൻറ്റും ചെയ്യുക. ഇത്തരം വീഡിയോകൾ ഇഷ്ടപ്പെടാൻ സാധ്യതയുള്ള നിങ്ങളുടെ സുഹൃത്തുക്കളുമായി ഇത് ഷെയർ ചെയ്യുക.
ഓർക്കുക, ഒരറിവും ചെറുതല്ല. അറിഞ്ഞിട്ടിപ്പോൾ എന്താ ഗുണം എന്ന ചോദ്യത്തിന് പ്രസക്തിയില്ല. അറിവ് അറിവിൽ തന്നെ പൂർണ്ണമാണ്. താങ്ക്